ഹലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നെങ്കിലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനായിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഫുഡ് കളർ ചേർത്ത് നമുക്കിതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസി നോക്കി മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ലൂസായി പോയാൽ നമുക്ക് ബൂന്തി ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല. കളറ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരല്പം കൂടി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ബാറ്റർ നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി പൊരിച്ചെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായില്ല എങ്കിൽ നമുക്കിത് ഇതുപോലെ കിട്ടില്ല. ഇതുപോലെ ഹോളുകളുള്ള കണ്ണാപ്പയിലാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കവറായി നിൽക്കുന്ന രീതിയിലും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒരു ലെയർ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബൂന്തി നല്ലോണം മൊരിച്ചാണ് എടുത്തിട്ടുള്ളത്. ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് പൊരിച്ചു കോരാവുന്നതാണ്. ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ജസ്റ്റ് കുറച്ച് കട്ടകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിച്ചെടുക്കാൻ നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഈ ബൂന്തി മിക്സ് ചെയ്യാനുള്ള പഞ്ചസാര പാനിയാണ് റെഡിയാക്കാനുള്ളത്. അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് പാനി തയ്യാറാക്കി എടുക്കാം. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പാനി ഇതുപോലെ നല്ലോണം തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബൂന്തി ഇട്ട് കൊടുക്കാം. ബൂന്തി കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി കൂടുതലാണെന്ന് തോന്നും പഞ്ചസാര ലായനി, പക്ഷേ ഇല്ല, ഇത് സോക്കായി വരുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ച് ഒന്ന് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് നമുക്ക് ഒന്ന് നട്ട്സ് വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റൊക്കെ ഏകദേശം കഴിയുമ്പോഴേക്കും ബൂന്തി ഇതുപോലെ നല്ലോണം സോക്കായി കിട്ടിയിട്ടുണ്ടാവും. നമ്മളെടുത്ത പഞ്ചസാര പാനിയുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോക്കായി കിട്ടിയത്. അതുകൊണ്ടാണ് മെഷർമെൻറ്റ് തെറ്റിയാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കൈകൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.